അതുകൊണ്ട് ദൈവം അന്ധവിശ്വാസമോ എന്ന ചോദ്യം, ആ ചോദ്യം ഞാൻ ആദ്യം ആരിഫ് ഹുസൈൻ തെരുവത്തിലേക്ക് കൈമാറുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സൂര്യാസ്തമയം കാണുന്നതിന് വേണ്ടി വന്ന എല്ലാ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ടും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, നമ്മളെല്ലാവരും എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതുന്ന ആളുകളായതുകൊണ്ട് ഒറ്റ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലൊരു ചോദ്യമായി കണ്ട് അതിനൊരു ഉത്തരം നമുക്ക് പറയാം. നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം, അത്തരത്തിലുള്ള ദൈവചിന്തകൾ എന്ന് പറയുന്നത് അതൊരു അന്ധവിശ്വാസം തന്നെയാണ് എന്നതാണ് അതിൻ്റെ കൃത്യമായ ഉത്തരമായിട്ട് വരിക. തെളിവുകൾ നയിക്കുന്നത് ദൈവമില്ല എന്നത് തന്നെയാണ്, അതിലേക്ക് തന്നെയാണ്. ഇനി നീട്ടിപ്പരത്തിയൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിലെ പല കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് പറയാം. അപ്പോഴും കറങ്ങി തിരിഞ്ഞ് വരിക ഇതേ ഉത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ സമയം കളയുന്നില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ഉത്തരം എന്ന രീതിയിൽ ഞാൻ പറയുന്നു, ദൈവം എന്ന് പറയുന്നത് അതൊരു അന്ധവിശ്വാസം തന്നെയാണ് എന്നത്. അടുത്തതായിട്ട് ചന്ദ്രശേഖർ രമേശിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ദൈവം വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ, ഇത് പലരും ആവർത്തിച്ച് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ വിശ്വാസം എന്ന് പറയുന്നത് പൊതുവേ ഒരു റാഷണൽ ഇല്ലാത്ത, അതായത് പ്രത്യേകിച്ച് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സൂര്യൻ അസ്തമിക്കുന്നു, സൂര്യനെ വിശ്വസിക്കേണ്ട കാര്യമില്ല, സൂര്യൻ ഉള്ളതാണ്. ഇല്ലാത്ത പലതിനെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഈ വിശ്വാസികളായി നിൽക്കുന്നവർ പോലും പലപ്പോഴും ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. കാര്യം ദൈവഹിതം എന്ന് പറഞ്ഞാൽ ചില ആളുകളെ കടലിലേക്ക് വലിച്ചിടാനായിരിക്കും, പക്ഷേ അതുണ്ടാവാതിരിക്കാൻ ഇവിടെ ലൈഫ് ഗാർഡുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. അപ്പോൾ ഒരു അന്ധവിശ്വാസമാണ് ദൈവം എന്നുള്ള ഒരു കാര്യമെന്നുള്ളതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. എന്തെങ്കിലും ചോദ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി പറയാൻ ശ്രമിക്കും. ഇഷാദ് കൈപ്പള്ളിയാണ് അടുത്ത സംസാരിക്കുന്നത്. നമസ്കാരം. ഈ വിശ്വാസം അന്ധവിശ്വാസം എന്നുള്ളൊരു ഒരു വേർതിരിവ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഈ തെളിവില്ലാത്തത് എല്ലാത്തിനെയും നമുക്ക് അന്ധവിശ്വാസം എന്ന് ഒറ്റ ലേബൽ കൊണ്ട് തന്നെ തള്ളാം. ഇപ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എല്ലാവരും അംഗീകരിക്കുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള മതങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം വിശ്വാസങ്ങളും ഈ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ അല്ലറ ചില്ലറ കൊച്ചു മതങ്ങൾക്കെല്ലാം നമ്മൾ ഈ പറഞ്ഞ കണക്ക് അന്ധവിശ്വാസം, അതൊക്കെ കുറച്ച് 100-200 കൊല്ലം കഴിയുമ്പോൾ അതൊക്കെ നമുക്കത് വിശ്വാസമായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. കുറച്ചും കൂടി ഒരു എന്ന് പറഞ്ഞാൽ ഒരു റണ്ണിങ് ടൈമുണ്ട്, അത് ഓർഗനൈസ്ഡ് ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിം മാത്രമേ ഉള്ളൂ. അന്ധവിശ്വാസം ടു വിശ്വാസം കുറച്ച് മെച്യൂർ ആവാനുണ്ട്, ലൈക്ക് എ വൈൻ. അപ്പം ഒന്ന് കുപ്പിക്കകത്ത് അടച്ച് കുറച്ച് ഒന്ന് നല്ലതുപോലെ ഫെർമെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് വിശ്വാസമായിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യാം. ഇപ്പോൾ ഈ അടുത്ത് ഈ കൂടോത്രം സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ കൂടോത്രം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്, അപ്പോഴും ദൈവവിശ്വാസം എന്ന് പറയുന്നത് അത് ശരിയായ വിശ്വാസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടോത്രം എന്ന് പറയുമ്പോൾ അത് ഈ പിശാച് അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് കഥാപാത്രങ്ങളെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ദൈവത്തിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ ഈ പിശാച് എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് ക്യാരക്ടറും കൂടി ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വല്ല ക്യാരക്ടർ അല്ല. ഇപ്പോൾ ആരിഫ് ഈ നേരത്തെ പറഞ്ഞ ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു സമയത്ത് നമുക്ക് വളരെ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തുള്ളവരാണ്. അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ എന്ന് വെച്ചാൽ ഈ ദൈവങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ദൈവങ്ങളായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ പവർ സപ്ലൈ വന്നപ്പോഴത്തേക്ക്, ഇലക്ട്രിസിറ്റി വന്നപ്പോഴത്തേക്ക് ഒരുവിധപ്പെട്ട ദൈവങ്ങളെല്ലാം അപ്രത്യക്ഷപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് ലൈറ്റ് സ്വിച്ച് ഇട്ടതിൻ്റെ അന്ന് ഈ ദൈവങ്ങളെല്ലാം പാമ്പാടാന്ന്. മാത്രമല്ല, ഒരു കാര്യം കൂടി ആലോചിക്കണം, ഇന്നത്തെ ദൈവങ്ങൾക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. എത്ര രൂപയാണ് ദൈവത്തിന് ചിലവാക്കണം? ഞങ്ങളുടെ പണ്ടത്തെ ദൈവത്തിൻ്റെയൊക്കെ ചിലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരക്കുപ്പി പട്ടച്ചാരയും ഒരു കോഴിയും ആണ്ടിലൊരിക്കുക, ഇത്രയും മാത്രം കൊടുത്താൽ മതി. വല്ല തെങ്ങിൻ്റെ മൂട്ടില വല്ല ആലിൻ്റെ മൂട്ടില അങ്ങനെ വെച്ച് ഒത്തിരി കർപ്പൂരമൊക്കെ വെച്ച് ഒരു കല്ലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ദൈവം തീർന്ന്. ഇത് ഇന്ന് അങ്ങനെ എങ്ങനെയാണ്? എന്തുമാത്രം പൈസയാണ് ദൈവം കൊണ്ട് ചിലവാക്കണത്? അത് നിഷാദ് കൈപ്പള്ളി പറഞ്ഞ ഈ ഒറ്റ രാത്രി കൊണ്ട് ഇലക്ട്രിസിറ്റി വന്നപ്പോൾ എങ്ങനെയാണ് ദൈവങ്ങൾ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞത്, അത് ഒന്ന് വ്യക്തമാക്കാമാവും? അതായത് ഈ ഞങ്ങളുടെ നാട്ടിൽ യക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, പിന്നെ മാടൻ, മറുത, ഇതൊക്കെ വളരെ ഒബ്സ്ക്യൂറായിട്ട് ഇങ്ങനെ അതിൻ്റെ ഈ പോപ്പുലാരിറ്റി കുറഞ്ഞ് ഇപ്പോൾ ആർക്കും അറിയില്ല ഇങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങളുടെ അവിടെ ഈ കറണ്ട് വന്നപ്പോഴത്തേക്ക്, ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ദൈവങ്ങളെ അവർക്ക് ഈ എന്തോ ഈ വാമ്പയറിനെ പോലെയാണ്, അവർക്ക് പുറത്ത് വരാൻ പറ്റില്ല. അപ്പോൾ ലൈറ്റ് വന്നപ്പോഴത്തേക്ക് ഈ ദൈവങ്ങളെല്ലാം പോയി, വളരെ പെട്ടെന്നായിരുന്നു. പക്ഷെ അങ്ങനെ പോയി എന്ന് പറയാൻ കഴിയുമോ? പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ പോകും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു ദൈവം യക്ഷിയാണ്. എനിക്ക് ഏറ്റവും അധികം കാരുണ്യം എന്നിലേക്ക് അർപ്പിക്കുന്ന ഒരേ ഒരു ദൈവമായി ഞാൻ കരുതുന്നത് യക്ഷിയാണ്. ഈ ഭൂമിയിൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് യക്ഷിയാണ് വിചാരിക്കുന്ന പരമകാരുണികമായിട്ടുള്ള ഒരു ദൈവികാംശം ഉള്ളത് ഭൂമിയിൽ യക്ഷിയാണ് എന്ന് വിചാരിക്കുന്നവരുമുണ്ട് ഇപ്പോഴും. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ന്യൂനപക്ഷമാണ്.